സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മുടെ മുകുന്ദമാലയെ പറ്റിയുള്ള ചർച്ച പൊതുവിൽ 20 മിനിറ്റ് പറയുമെങ്കിലും ആ 20 മിനിറ്റിൽ ആദ്യത്തെ 10 മിനിറ്റ് പൊതുകാര്യങ്ങളും പൊതുവായ സാധനാ വിഷയങ്ങളും ജീവിതക്രമവും എല്ലാം പഠിപ്പിക്കാൻ തന്നെയാണ് നമ്മൾ നിശ്ചയിച്ച് ഇതുവരെ അങ്ങനെയാണ് പാലിച്ചു പോകുന്നത്. ഒടുവിലത്തെ ഭാഗം ശാസ്ത്രത്തെ നേരിട്ട് കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാം, മുകുന്ദമാലയെ പോലെയുള്ള ഒരു ഭക്തിരസപ്രധാനവുമായ ഒരു സ്തോത്രകൃതി പഠിക്കുമ്പോൾ നമ്മളിൽ പലർക്കും മാനസികമായ ഉല്ലാസവും ഭക്തിയും ഒക്കെ വളരും. അതോടൊപ്പം തന്നെ എൻ്റെ ചിന്ത നമുക്ക് പൊതുവായ ഒരു ആരോഗ്യക്രമം, ഒരു ജീവിതക്രമം, അതുപോലെ തന്നെ ശരീരത്തെ പുഷ്ടിപ്പെടുത്തുക, മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ള രീതികളാണ് പറഞ്ഞത്. ശാസ്ത്രം പൊതുവെ, നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പൊതുവെ ഓരോ കാര്യത്തെയും സൂക്ഷ്മമായിട്ട്, ഹിന്ദുധർമ്മത്തിൻ്റെ ധർമ്മശാസ്ത്രങ്ങൾ സൂക്ഷ്മമായിട്ട് എടുത്തിട്ട് നഖം വെട്ടേണ്ടത് എപ്പോഴാണ്, മുടി വെട്ടേണ്ടത് എപ്പോഴാണ്, ഏതൊക്കെ ദിവസങ്ങളിൽ മുടി വെട്ടാം, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും സൂക്ഷ്മമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ എന്താണ് അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ 99% ആളുകൾക്കും ഇതൊക്കെ എന്താണെന്ന് അറിയില്ല, അറിയാനൊട്ട് താല്പര്യവും പലർക്കുമില്ല. ഇപ്പോൾ താല്പര്യമുള്ള ആളുകളാണല്ലോ ഇപ്പോൾ എൻ്റെ ലൈവ് കേൾക്കുക. താല്പര്യമില്ലാത്തവരും വെറുതെ വന്ന് നോക്കിയിട്ട് പോകാറുണ്ട്. പക്ഷേ സ്ഥിരമായി കേൾക്കുന്നത്, ഇത് കേൾക്കാൻ താല്പര്യമുള്ള ആളുകളായതുകൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളെയും നിശിതമായി തന്നെ വിമർശിക്കേണ്ടി വരും. ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഗണേഷ്പുരിയിലെ ഭഗവാൻ നിത്യാനന്ദ പരമഹംസർ, അദ്ദേഹം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് ജനിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കാണപ്പെട്ടത്. അദ്ദേഹത്തെ കൊയിലാണ്ടിയിലൊരു വയലിൽ നിന്ന് വളരെ ഒരു ശിശുവായിരിക്കെ കണ്ടുകിട്ടിയതാണ്. നിത്യാനന്ദ ഭഗവാൻ ഒരിക്കൽ, അദ്ദേഹം ഒരു അവധൂതൻ്റെ രീതിയിലാണ് നടന്നിരുന്നത്. അദ്ദേഹം ഒരു അവതാരമാണെങ്കിലും അവധൂത പ്രവൃത്തിയിലാണ് ജീവിച്ചിരുന്നത്, അവധൂത വൃത്തിയിലാണ് ജീവിച്ചിരുന്നത്. ഒരിക്കൽ അദ്ദേഹം മംഗലാപുരത്ത് താമസിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും കൊച്ചു കുഞ്ഞുങ്ങളുണ്ടാവും. അദ്ദേഹം ഈ മാജിക്കുകളൊക്കെ പലതും കാണും. മാജിക്കല്ല, സിദ്ധികളാണ്. കുട്ടികൾക്കതൊക്കെ കാണാൻ ഇഷ്ടമല്ല. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം തൻ്റെ ഒരു കോണകം മാത്രം കൊടുക്കുക, കോണകത്തിനകത്തു നിന്നൊക്കെ ഒരുപാട് മിഠായി എടുത്ത് കൊടുക്കും, ഉണ്ണിയപ്പം എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കൊടുക്കുമ്പോൾ കുട്ടികളിങ്ങനെ പിന്നാലെ നടക്കും അദ്ദേഹത്തിൻ്റെ. ഒരു ദിവസം അദ്ദേഹം എവിടെയാണോ നിന്നിരുന്ന ആ വീട്ടിൽ ഇങ്ങനെ കുറേ കുട്ടികളോടൊത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരു സന്യാസി വന്നു. സന്യാസി ദർശിക്കാൻ വേണ്ടി വന്നു. സന്യാസി വരുന്നതിന് ഒരു 20 മിനിറ്റ് മുൻപേ നിത്യാനന്ദ ഭഗവാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും കുറേ കല്ല് പിറക്കി വെച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികൾ വളരെ സന്തോഷം, കാരണം കൊച്ചു കുട്ടികൾക്ക് കല്ലെടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷമാണ്. വാങ്ങിക്കറിയാനോ ആളുടെ തിരക്കിട്ടറിയാനൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ്. ഈ സന്യാസി വരുന്നതിനൊരു 20 മിനിറ്റ്, അരമണിക്കൂർ ഏകദേശം മുൻപേ തന്നെ ഭഗവാൻ നിത്യാനന്ദ പരമഹംസർ പറഞ്ഞു, കുട്ടികളെ എല്ലാവരും കൂടി കല്ലെടുത്ത് പെറുക്കി വെച്ചോളൂ കേട്ടോ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോയി ഒരുപാട് കല്ലെടുത്തിട്ട് പെറുക്കി ഒളിപ്പിച്ച് വെച്ചിട്ട് ഭഗവാന്റെ ചുറ്റിലിരുന്നു. ഭഗവാൻ പറഞ്ഞു, ഇപ്പോൾ ഒരു സന്യാസി വരും കേട്ടോ, ആ സന്യാസി വന്ന് ഗേറ്റ് കടന്ന ഉടനെ ഏറ് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ സന്യാസി ഇതൊന്നും അറിയാതെ വന്ന് ഗേറ്റ് കടന്ന് ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ചറ പറന്ന് കുട്ടികൾ കല്ലറി 4 ഭാഗത്ത് ഇയാൾ ഓടുകയാണ്. പിന്നാലെ കുട്ടികളും കുറേ കഴിഞ്ഞ് നിർത്തിക്കോളൂ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു.
നല്ലോണം ഏറുകൊണ്ട് സന്യാസി ഭഗവാൻ കൈമാട്ടി വിളിച്ചു, വാ 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 കൈയാട്ടി വിളിച്ചു, മാടി വിളിച്ചു. സന്യാസി വളരെ വേദനയോടെ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം വീണു. അപ്പോൾ ഇതിന് രസകരം എന്താ വെച്ചാൽ, നാട്ടുകാർക്കറിയില്ല നമ്മൾ തെറ്റ് ചെയ്താൽ, നമുക്കറിയാമല്ലോ, നമ്മുടെ മനസ്സാക്ഷിയെ വഞ്ചിക്കാൻ പറ്റില്ല. മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് 14 സാക്ഷികളുണ്ടായിരിക്കും. മറ്റാരും തന്നെയും ഈ ഭൂമിയിൽ കണ്ടില്ലെങ്കിലും 14 സാക്ഷികൾ ഈ ഓരോ പ്രവൃത്തിക്കും, അത് എത്ര ഒളിച്ചു വെച്ച് ചെയ്യുന്ന പ്രവൃത്തിയാണെങ്കിലും 14 സാക്ഷികൾ ഉണ്ടായിരിക്കുമെന്ന് മഹാഭാരതം പറയുകയാണ്. ആ 14 സാക്ഷികൾ ഏറ്റവും പ്രബലനായ സാക്ഷി ആരാണെന്നറിയോ? ഏറ്റവും പ്രബലനായ സാക്ഷി സ്വന്തം ഹൃദയമാണ്. അവനവൻ തെറ്റ് ചെയ്യുന്നവൻ്റെ, പ്രവൃത്തി ചെയ്യുന്നവൻ്റെ ഹൃദയം തന്നെയാണ് ഏറ്റവും വലിയ സാക്ഷി. ആ ഹൃദയം നിങ്ങളെ വെറുതെ വിടില്ല. നിങ്ങൾ ചിലപ്പോൾ കോടതിയിൽ നിന്നൊക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് അല്ലെങ്കിൽ ആളുകളോട് പണം കൊടുത്തിട്ടൊക്കെ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ നമ്മുടെ ഹൃദയത്തിൻ്റെ കോടതിയിൽ നിന്ന് നമുക്കൊരിക്കലും രക്ഷയില്ല. അങ്ങനെയാണ്. അതറിയാതെ തോണ്ടി പുറത്തേക്ക് വരും. അപ്പോൾ നിത്യാനന്ദ ഭഗവാന്റെ മുമ്പിൽ സന്യാസി അങ്ങ് വീണ് കരയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ നിത്യാനന്ദൻ അദ്ദേഹത്തെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, നീ ഒരു സന്യാസിയാണ്, പക്ഷെ നിൻ്റെ പ്രവൃത്തി ശരിയല്ല. നീ എന്തെല്ലാം വൃത്തികേടുകൾ ചെയ്യുന്നുണ്ടെന്ന് നിനക്കിപ്പോൾ ഓർമ്മയായോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ശരിയാണ് സ്വാമി, ഞാൻ സന്യാസിയാണ്, പക്ഷെ തെറ്റുകൾ ചെയ്തു പോയി. ഇന്നെനിക്ക് ബോധ്യമായി, എൻ്റെ ഉള്ളും അറിയുന്ന ഒരാളുണ്ട് എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പറയാൻ കാരണം, നമ്മൾ പുറമേ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പുറമേ ആളുകളുടെ മുമ്പിൽ കാണിക്കുന്ന വേഷമല്ല മഹാത്മാക്കൾ നോക്കുന്നത്, നമ്മുടെ അകത്തുള്ള സത്ത എന്താണ്, നമ്മൾ എന്താണ് ചെയ്യുന്നത്. നമ്മുടെ ഹൃദയത്തിൽ രജിസ്റ്റർ ആവുന്നത് എല്ലാം തന്നെ ഒരു മഹാത്മാവിൻ്റെ ഹൃദയത്തിലും രജിസ്റ്റർ ആവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മഹാത്മാവ് നമ്മുടെ ഹൃദയം തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ രമണ മഹർഷി പറയുന്നത്, ഓ അരുണാചല, അങ്ങയുടെ പേര് തന്നെ ഹൃദയമെന്നാണ്. അങ്ങയുടെ പേര് തന്നെ ഹൃദയമെന്നാണ്. അപ്പോൾ ആ ഹൃദയം എല്ലാവരിലും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഈശ്വര സർവഭൂതാനാം ഹൃദയേശേർജുന തിഷ്ഠതി. അർജുന, ഈശ്വരൻ സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു. അങ്ങനെയെങ്കിൽ ആ പരമാത്മാവിനെ സാക്ഷാത്കരിച്ചൊരു മഹാത്മാവിനെ എല്ലാ ഹൃദയങ്ങളും തൻ്റെ ഹൃദയങ്ങൾ തന്നെയാണ്. ഒന്ന് ട്യൂൺ ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ, ഒന്ന് നോക്കിയാൽ മതി. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 1982 ഓർമ്മയില്ല, എനിക്കത് എഴുതിയ പുസ്തകത്തിൽ വായിച്ചതാണ്, അമ്മയുടെ സംഭാഷണങ്ങളിലുണ്ടത്. ആശ്രമത്തിലൊരു ഉച്ച തിരിഞ്ഞ സമയത്ത് ആഹാരമൊക്കെ കഴിച്ച അമ്മയും ബ്രഹ്മചാരികളും കൂടെ എന്തോ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി തെങ്ങിൻ്റെ ചുവട്ടിൽ പോയിട്ട് ഇങ്ങനെ ഈ നിലത്തിരിക്കും, വെറും മണ്ണിലിരിക്കുകയാണ് എല്ലാവരും. അപ്പോൾ പെട്ടെന്ന് അവിടേക്കൊരു ധനികൻ, കണ്ടാൽ വളരെ ആഢ്യനായിട്ടുള്ള, വളരെ നല്ല ശരീര പ്രകൃതവും നല്ല വസ്ത്രങ്ങളും ഒക്കെ ധരിച്ച ഒരു വളരെ മാന്യനായ ആഢ്യനായ ഒരാൾ കടന്നു വന്നു. അപ്പോൾ ആൾ വന്നിട്ട് അമ്മയോട് പറഞ്ഞു, നമസ്കരിച്ചിട്ട് അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞാൻ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്ന് വരികയാണ്, ഞാൻ വളരെ കാലമായിട്ട് ധ്യാനം പരിശീലിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ധ്യാനങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ പറഞ്ഞു, നല്ലതാണ് മോനെ, വളരെ നല്ലതാണ്, ധ്യാനം ചെയ്യുന്നത് നല്ലതാണ് മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, മോൻ ആഹാരമൊക്കെ കഴിച്ചോ? ഞാൻ ആഹാരം കഴിച്ചിട്ടാണ് വന്നത്, ഞാൻ ഇവിടേക്കൊന്ന് കാണാം, ഇങ്ങനെ അമ്മയെപ്പറ്റി ഇങ്ങനെ കേട്ടപ്പോൾ വന്നതാണെന്ന് പറഞ്ഞു. ശരി മോനെ എന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ധ്യാനിക്കട്ടെ അമ്മയെന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, മോൻ ധ്യാനിച്ചു? ആശ്രമമല്ലേ, മോൻ ധ്യാനിച്ചു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ, ഇയാൾക്ക് ധ്യാനിച്ചാൽ മാത്രം പോരാ, മറ്റുള്ളവർ കാണുകയും വേണം. ചില ഗുരുക്കന്മാർ ക്യാമറയ്ക്ക് മുമ്പിൽ ധ്യാനിക്കുന്നവരാണ്, അതായത് ക്യാമറയുടെ മുമ്പിൽ വലിയ ധ്യാനമാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അമ്മ കാണും കൂടി വേണമല്ലോ, ഇയാൾ ധ്യാനിക്കുന്നുള്ള നാട്ടുകാർ അറിയണ്ടേ. അപ്പോൾ അവിടെയുള്ള ബ്രഹ്മചാരികളൊക്കെ വിഡ്ഢികളാണെന്നാണ് ഇയാളുടെ വിചാരം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു വെച്ചാൽ, അമ്മയും ബ്രഹ്മചാരികളും ഇരിക്കുന്നതിൻ്റെ ഒരു 10-20 അടി അപ്പുറത്ത് ദൂരെ പോയിട്ട് ധ്യാനം തുടങ്ങി. പത്മാസനമൊക്കെ പിണച്ച് വെച്ച് നട്ടലൊക്കെ നിവർന്ന് കണ്ണടച്ച് ഗംഭീര ധ്യാനമാണ്. പുറത്തുനിന്ന് കാണുന്നവർക്ക് അയാളൊരു സിദ്ധയോഗിയാണെന്ന് തോന്നുന്നു. അമ്മ അതൊന്നും മൈൻഡ് ചെയ്യാതെ അമ്മയും ബ്രഹ്മചാരികളും എന്തോ കാര്യങ്ങൾ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു അരമണിക്കൂർ നേരം കഴിഞ്ഞ് അമ്മ എഴുന്നേറ്റ്, അമ്മനെ മക്കളെ പോവാം, ആശ്രമത്തിലേക്ക് പോകുന്നുണ്ട്. പോകുന്ന വഴിക്കാണ് ഇങ്ങനെ ഇരുന്ന് ധ്യാനിക്കുന്നത് മറ്റേ ആൾ. അപ്പോൾ അയാളെ അടുത്ത് അമ്മ ഇങ്ങനെ എത്തിയപ്പോൾ, ബ്രഹ്മചാരികൾ കൂടെയുണ്ട്, അപ്പോൾ അമ്മ ഇങ്ങനെ അയാളുടെ അടുത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് അമ്മ നിന്നിട്ട് അയാളെ തലയ്ക്ക് ഒടിച്ച് കുലുക്കിയിട്ട്, എടാ നീ ആ തടി ഇതുവരെ കച്ചവടം ചെയ്ത് കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ ഇയാളുടെ കരണ തടി കിട്ടിയവളായപ്പോൾ ഇയാൾ അവിടുന്ന് ഞെട്ടി എണീച്ചിട്ട് വിറച്ചിട്ടാകെ നാണം കെട്ട് മുഖം വിവരണമായി കണ്ണീരൊഴുക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ പല ആശ്രമങ്ങളിലും സന്യാസിമാരുടെ അടുത്തും പോകാറുണ്ട്, അവിടെയൊക്കെ ഇതുപോലെ ഇരുന്ന് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും.
അപ്പോൾ അവരെന്നെ പ്രശംസിക്കുന്ന കേൾക്കാനാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അവർ പറയുമോ നിങ്ങൾ എത്ര ധന്യനാണ്, നിങ്ങൾ എത്ര ഒരു യോഗിയാണ് എന്നൊക്കെ നമ്മളെപ്പറ്റി ഇങ്ങനെ പറയുന്ന പുകഴ്ത്തി പറയുന്ന കേൾക്കാൻ വളരെ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യുന്നതാണ് അമ്മയെന്ന് പറഞ്ഞിട്ട് ആകെ അമ്മയുടെ ആ ഒരു ഷെയ്ക്കിംഗ് ഉണ്ടല്ലോ, ദ മാസ്റ്റർ വിൽ ഷേക്ക് യു ടു ദ ട്രൂത്ത്, ദ മാസ്റ്റർ വിൽ ഷേക്ക് യു ടു ദ കോർ ആൻഡ് മേക്ക് യു അലേർട്ട് ആൻഡ് അവെയർ അബൌട്ട് യുവർ ഓൺ എക്സിസ്റ്റൻസ്. നിങ്ങളുടെ സ്വന്തം അസ്തിത്വത്തെക്കുറിച്ച് കുലുക്കി എഴുന്നേൽപ്പിക്കും ഒരു മഹാത്മാവ്. അങ്ങനെ വിറച്ചു പോയിട്ട് അയാൾ പറഞ്ഞു, ഞാൻ ഇവിടെ വന്നപ്പോൾ അത് പരീക്ഷിച്ച് നോക്കിയതാണ് അമ്മേ, ഞാൻ ഒരു തടി കച്ചവടക്കാരനാണ്, കുറേ ദിവസങ്ങളായിട്ട് ഒരു തടി കച്ചവടമാവാതിരിക്കുന്നത്, എന്തുകൊണ്ട് പോകുന്നില്ല, എത്ര പേര് വന്ന് വില പറഞ്ഞിട്ടോ അത് പോകുന്നില്ല, അതിനി അവിടെ കിടന്ന് നശിച്ചു പോകുമെന്ന് പേടിച്ച് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ എന്നെ കുലുക്കിയതെന്ന് പറഞ്ഞു. അപ്പോൾ ധ്യാനം ചിന്താരഹിതമായ അവസ്ഥയാണെങ്കിൽ ഇവിടെ ചിന്തകൾ ഉള്ളിലുണ്ടെങ്കിലും പുറമേ നമ്മൾ നടിക്കുകയാണ്. അങ്ങനെ നടിക്കുന്നത് പാപമാണ്. അവനവനോട് മാത്രമല്ല മറ്റുള്ളവരെയും കൂടി. ഇയാളൊരു ഗുരുവാണെന്ന് ധരിച്ചിട്ട് കുറേ പേര് കൂടെ കൂടിയാൽ എങ്ങനെ ഉണ്ടാവും? അയാൾ തടിക്കച്ചവടത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്, കൂടെയുള്ള വിഡ്ഢികളും അങ്ങനെ ആയിപ്പോവും. അതുകൊണ്ട് സന്യാസി തെറ്റി. അപ്പോൾ നിത്യാനന്ദ ഭഗവാൻ അയാളോട് പറഞ്ഞു, നിന്നെ ഞാൻ കല്ലെറിയാൻ കാരണം നീ സന്യാസിയാണ്. ഒരിക്കൽ സന്യാസിയായി കഴിഞ്ഞാൽ നീ ഒരു കാരണവശാലും അത്തരം തെറ്റ് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ ചില ഗിരിമാരൊക്കെ നിത്യാനന്ദ ഭഗവാന്റെ അടുത്ത് എത്തിയിരുന്നെങ്കിലും ഭഗവാൻ അറുത്തേനെ, പിടിച്ചറുത്ത് കളഞ്ഞേനെ. കാരണം ധ്യായതോ വിഷയാൻ പുംസ എന്ന് ഗീത പറയുന്നു. മനസ്സുകൊണ്ട് വിഷയങ്ങളെ ധ്യാനിക്കുന്നവൻ വിഷയിയാണ്, ഭോഗിയാണ്. ശരീരം കൊണ്ട് അവൻ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല. അപ്പം ഭഗവാൻ നിത്യാനന്ദൻ പറയുകയാണ്, സന്യാസി ആയതുകൊണ്ട് നിനക്ക് നീ അലൂമിനിയം പാത്രം പോലെയാണ്. നീ ചളങ്ങിക്കഴിഞ്ഞാൽ, പാത്രം ചളുങ്ങിയാലേ, ഭഗവാൻ പറഞ്ഞ ഉദാഹരണമാണ്, പാത്രം ചളുങ്ങിയാൽ അകത്തുനിന്നും അടിക്കണം, പുറത്തുനിന്നും അടിച്ച് നേരെയാക്കണം. അപ്പോൾ സന്യാസിക്ക് അകത്തുനിന്നും അടി കിട്ടും, പുറത്തുനിന്നും അടി കിട്ടും എന്ന് പറയാൻ കാരണം, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികൾക്കും 14 സാക്ഷികളുണ്ടെന്ന് മഹാഭാരതം പറയുന്നു. അതിലേറ്റവും പ്രബലനായ സാക്ഷി നമ്മുടെ സ്വന്തം ഹൃദയമാണ്. അത് മറക്കരുത്. നമുക്ക് മറ്റെല്ലാറ്റിനെയും വഞ്ചിക്കാം, എല്ലാവരെയും വഞ്ചിക്കും, സമർത്ഥമായി കബളിപ്പിക്കാം. പക്ഷെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് കബളിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങളുടെ അഹന്തയെ പിടിച്ച് കുലുക്കുന്ന ഗുരുക്കന്മാരാണ്, വേദനിപ്പിക്കുന്ന ഗുരുക്കന്മാരാണ് ശരിയായ ഗുരുക്കന്മാർ. ദേ ആർ ദ സർജൻസ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തെ ശസ്ത്രക്രിയ ചെയ്ത് രക്ഷപ്പെടുത്തുന്ന മഹാന്മാരാണ്. അപ്പം അങ്ങനെ ഒരു മഹാത്മാവാണ് ദത്താത്രേയൻ്റെ അവതാരമായ ഭഗവാൻ നിത്യാനന്ദ പരമഹംസർ. കൊയിലാണ്ടിയിൽ ജനിച്ച് ഗണേഷ്പുരിയിൽ സമാധിയായ മഹാപുരുഷൻ. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് രാവിലെ ഓർത്തു. അപ്പോൾ ഇതിലൊരു സന്ദേശവുമുണ്ട്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കും എല്ലാം നമ്മുടെ ഹൃദയം സാക്ഷിയാണ്. 14 സാക്ഷികളിൽ ഏറ്റവും പ്രബലനായ സാക്ഷി നമ്മുടെ ഹൃദയമാണ് എന്ന് പറയാൻ കാരണം. ഞാൻ ഇന്നലെ പറഞ്ഞു, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരികയാണ്. അതിൽ ഇനി എനിക്ക് പറയാനുള്ളത്, ധർമ്മശാസ്ത്രങ്ങൾ എല്ലാ കാര്യത്തെയും സൂക്ഷ്മമായി വിലയിരുത്തുന്നുണ്ട്. ഇപ്പോൾ ഒരു ഹിന്ദുവിന് 8 തരം സ്നാനങ്ങളെപ്പറ്റി, കുളികളെപ്പറ്റി നമ്മുടെ ധർമ്മശാസ്ത്രം പറയുന്നുണ്ട്. 8 തരം കുളികളുണ്ട്. 8 തരം കുളികളും മനുഷ്യർക്ക് കുളിക്കാൻ സാധിക്കില്ല. ഏറ്റവും അവസാനത്തെ കുളി എന്താണെന്ന് വെച്ചാൽ ദിവ്യസ്നാനം എന്ന് പറയുന്നത്. ഈ ദിവ്യസ്നാനം എന്ന് പറഞ്ഞാൽ ഒരു മഹാപുരുഷനെ കാണുകയും ആ മഹാപുരുഷൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുകയും ചെയ്യുക എന്നുള്ളതാണ് ദിവ്യസ്നാനം. അതെല്ലാവർക്കും കിട്ടില്ല, അതിന് പൂർവ്വജന്മ പുണ്യം വേണം, അല്ലാതെ കിട്ടില്ല. അതേ സമയത്ത് ആദ്യത്തെ 3 കുളി സ്നാനങ്ങൾ എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇന്നലെ തന്നെ പല ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചു. അവർ രാവിലെ, ഇന്നും രാവിലെ ചിലർ അയച്ചു, അവർ രാവിലെ ഈ കട്ടൻ ചായയിൽ ഗ്രാമ്പൂ ഇട്ടിട്ട് കുടിക്കുന്ന ചിത്രമൊക്കെ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നല്ലൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവനവൻ്റെ ജീവിതമാണ് നന്നാവുക. അപ്പോൾ അതുപോലെ 3 കുളികളും ഇനി പരീക്ഷിക്കണം നമുക്ക്. 3 കുളികളാണ്. ഒന്നാമത്തെ 8 കുളികളിൽ 3 കുളികൾ നമുക്ക് എളുപ്പം പരിശീലിക്കാവുന്നതാണ്. അത് ചെയ്യേണ്ടതാണ്. ആദ്യത്തെ 3 കുളികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കുളിയുടെ പേരാണ് വാരുണ സ്നാനം. വാരുണ സ്നാനം എന്ന് പറഞ്ഞാൽ വരുണൻ ജലദേവതയാണ്, ജലത്തിൻ്റെ അധിദേവതയാണ്. വാരുണ സ്നാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മുങ്ങിക്കുളി എന്ന് പറയും. വെള്ളത്തിൽ മുങ്ങിക്കുളിക്കുക. മുങ്ങിക്കുളിച്ചാൽ എന്താ പ്രത്യേകത? മുങ്ങിക്കുളിക്കൊരു പ്രത്യേകതയുണ്ട്. വെള്ളം വളരെ കുറച്ച് വെള്ളമേ ഉപയോഗിക്കേണ്ടൂ നമുക്ക്. മുങ്ങിക്കുളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ രോമകൂപങ്ങളൊക്കെ താഴേക്കാണ്, നമ്മുടെ ഈ രോമങ്ങളെല്ലാം. മുങ്ങിക്കുളിക്കുമ്പോൾ എതിർദിശയിൽ വെള്ളം കയറും. എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും, ഗുഹ്യഭാഗങ്ങൾ പോലും നന്നായി ജലം കൊണ്ട് ശുദ്ധമാവും എന്നുള്ളതാണ് മുങ്ങിക്കുളിയുടെ ഏറ്റവും വലിയ വിശേഷം. ഇനി മുങ്ങിക്കുളിക്കാൻ കുളങ്ങളില്ല, വീട്ടിലാണ് കുളിക്കുന്നതെങ്കിൽ നന്നായി വെള്ളം കൊണ്ട് കുളിക്കുക. വെള്ളം കൊണ്ടുള്ള കുളിക്കാണ് വാരുണ സ്നാനം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നന്നായിട്ട് കുളിക്കുക. ആദ്യം പാദം നനയ്ക്കണം, സ്വന്തം പാദം ആദ്യം നനയ്ക്കണം. കയ്യിൽ ഒരു കുമ്പിൾ ജലമെടുത്തിട്ട്
ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്ന് പറഞ്ഞ് ജലത്തിലേക്ക് ഒഴുക്കിയിട്ട് നമ്മുടെ പിതൃക്കളെയും നമ്മുടെ ദേവന്മാരെയും ഋഷിപരമ്പരയും ഒക്കെ സ്മരിച്ചുകൊണ്ട് ദേവതയ്ക്ക് അഭിഷേകം ചെയ്യുന്നത് സങ്കല്പിച്ച് മനസ്സിൽ മന്ത്രം ജപിച്ചുകൊണ്ട് കുളിക്കണം. മനസ്സിൽ മന്ത്രം ജപിച്ചുകൊണ്ട് കുളിക്കണം. നന്നായി കുളിച്ച ശേഷം ആദ്യം വാരുണ സ്നാനം, അത് കഴിഞ്ഞാൽ അടുത്ത സ്നാനത്തിൻ്റെ പേരാണ് ആഗ്നേയ സ്നാനം. ഇതൊക്കെ ധർമ്മശാസ്ത്രങ്ങൾ വിശദീകരിക്കുന്നതാണ്. ആഗ്നേയ സ്നാനം എന്ന് പറഞ്ഞാൽ അഗ്നി കൊണ്ട് കുളിക്കുക എന്ന് വെച്ചാൽ അടുപ്പ് പോയി ചാടുക, തീയിൽ ചാടുക എന്നല്ല. ആഗ്നേയ സ്നാനം എന്ന് പറഞ്ഞാൽ അഗ്നിയിലൂടെ ശുദ്ധം ചെയ്യപ്പെട്ടത്, അഗ്നിയിലൂടെ ശുദ്ധം ചെയ്യപ്പെട്ട് സ്ഫുടീകരിക്കപ്പെട്ടതാണ് ഭസ്മം, വിഭൂതി. ഭസ്മത്തിന് അഗ്നിയുടെ തന്നെ സ്ഥാനവുമുണ്ട്. ഭസ്മം എന്ന് പറഞ്ഞാൽ അഗ്നി തന്നെയാണ്. അപ്പോൾ ഭസ്മസ്നാനത്തെയാണ് ഈ ആഗ്നേയ സ്നാനം എന്ന് പറയുന്നത്. അതായത് കുളി കഴിഞ്ഞ് വന്നാലുടൻ ഉച്ചിയിൽ, നെറ്റിയിൽ, കഴുത്തിൽ, മാറിടത്തിൽ, ഇരുതോളുകളിൽ, കൈത്തണ്ടകളിൽ എല്ലാം ഭസ്മം ധരിച്ചു കൊള്ളണം. അപ്പം ഭസ്മം കൊണ്ടുള്ള കുളിയാണ് രണ്ടാമത്തെ കുളി. അതിൻ്റെ പേര് ആഗ്നേയ സ്നാനം. അപ്പോൾ ഭസ്മം ധരിക്കുമ്പോൾ ഓം നമഃശിവായ മന്ത്രം ജപിക്കാം. അതാണ് ഏറ്റവും ഉചിതമായ മന്ത്രം. ഇനി ഭസ്മം ധരിച്ച് കഴിഞ്ഞിട്ടോ, ഭസ്മം ധരിച്ച് കഴിഞ്ഞാൽ അടുത്ത കുളിയാണ് ഏറ്റവും പ്രധാനമായ കുളി. ഹിന്ദുക്കൾ ഒരിക്കലും കുളിക്കാത്ത കുളി. അതെന്ത് കുളിയാണ്? ഹിന്ദുക്കൾക്ക് മടിയുള്ള കുളിയാണ്. അതെന്ത് കുളിയാണ്? ആ കുളിയാണ് ബ്രാഹ്മസ്നാനം. ബ്രാഹ്മസ്നാനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന ശബ്ദത്തിന് മന്ത്രരാശി എന്നർത്ഥമുണ്ട്. മന്ത്രം, മന്ത്രരാശി എന്നർത്ഥമുണ്ട്. ഇപ്പം മന്ത്രരാശിയെ ആര് കൈകാര്യം ചെയ്യുന്നുവോ അവൻ ബ്രാഹ്മണൻ. മന്ത്രരാശിയെ ആര് പഠിക്കുന്നുവോ അവൻ ബ്രാഹ്മണൻ. മന്ത്രത്തിൻ്റെ താല്പര്യം ആരറിയുന്നുവോ അവൻ ബ്രാഹ്മണൻ. അപ്പോൾ ബ്രഹ്മം എന്ന ശബ്ദത്തിനർത്ഥം ഇവിടെ മന്ത്രമെന്നാണ്. അപ്പോൾ ബ്രാഹ്മസ്നാനം എന്ന് പറഞ്ഞാൽ മന്ത്രം കൊണ്ടുള്ള കുളിയാണ്. ആദ്യം വെള്ളം കൊണ്ട് കുളിച്ചു, ശുദ്ധീകരിച്ചു, ഭസ്മം ധരിച്ചു, ആഗ്നേയ സ്നാനം നടത്തി. മൂന്നാമത്തെ കുളി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് വിളക്ക് തെളിച്ച ശേഷം തൻ്റെ ഇഷ്ടമൂർത്തിയുടെ മന്ത്രങ്ങളിൽ കുളിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രങ്ങളിലൂടെ, ജപത്തിലൂടെ. ഭഗവാൻ രമണ മഹർഷി പറഞ്ഞതുപോലെ കായവാങ്മന കാര്യമുത്തമം ഭോജനം ജപശ്ചിന്തനം ക്രമാത് എന്ന രീതിയിൽ പൂജ ചെയ്ത്, സ്തോത്രം ചെയ്ത്, സ്തുതികൾ ചെയ്ത്, മനസ്സാ ജപിച്ച് പൂർണ്ണമായും മന്ത്രത്തിൽ കുളിച്ചിട്ട് വേണം. ഈ 3 കുളി മിനിമമാണ്. ഇത്രയും ചെയ്താലേ ഒരു ഹിന്ദു ആവൂ എന്ന് മനസ്സിലാക്കുക. ഇത്രയും കാര്യങ്ങൾ ഇന്ന് ആമുഖമായിട്ട് പറയുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ എത്രാമത്തെ ശ്ലോകമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്? നമ്മൾ ഇന്നലെ പറഞ്ഞത് നമാമി നാരായണ പാദപങ്കജം എന്നുള്ളതാണ്. ഇന്ന് 36, 37 നോക്കണം. ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്തപ്രിയ ചക്രപാണേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ ശ്രീരംഗനാഥായ നമോ നമസ്തേ. ഞാൻ പറഞ്ഞു കുലശേഖരം ആൾവാർ ശ്രീരംഗത്ത് അടുത്താണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ശ്രീരംഗനാഥനെ എന്നും തൊഴുന്നവനായിരുന്നു. ആളുകളെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നവനായിരുന്നു എന്നറിയാം. അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമർത്ഥോപി ന വക്തി കശ്ചിദഹോ ജനാനാം വ്യസനാഭിമുഖ്യം. ശ്രീനാഥ, അല്ലയോ ലക്ഷ്മീപതിയായിട്ടുള്ളവനെ. ഞാൻ ആദ്യമേ പറഞ്ഞു ശ്രീനാഥ എന്നൊക്കെ വിളിക്കുക. രാധാകൃഷ്ണൻ, ശ്രീനാഥൻ എന്നൊക്കെ പറയുമ്പോൾ അവിടെ സ്ത്രീ ശക്തിക്കാണ്, നാരീ ശക്തിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ഇത് ഭാരതത്തിൻ്റെ മഹത്വമാണ്, നമ്മുടെ പരമ്പരയുടെ മഹത്വമാണ്. സ്ത്രീക്ക് ആണ് ആദ്യത്തെ സ്ഥാനം. അമ്മ പറയും, മാതാ അമൃതാനന്ദമയി ദേവി രസകരമായിട്ട് പറയും, മക്കളെ ഷീ എന്ന് എഴുതിയാൽ മതി, അതിൻ്റെ അകത്ത് ഹീ ഉണ്ട് എന്ന്. ഇപ്പം ഷീ എന്ന് SHE എന്ന് എഴുതിയാൽ അതിൽ ഹീ ഉണ്ട്. സ്ത്രീ പുരുഷനെ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നവളാണ്. അതുകൊണ്ട് സ്ത്രീയിൽ പുരുഷൻ അടങ്ങിയിട്ടുണ്ട്, പുരുഷനിൽ സ്ത്രീയുമുണ്ട്. ഷീ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഹീ അടങ്ങിയിട്ടുണ്ടെന്ന് അമ്മ പറയാറുണ്ട്. ശ്രീനാഥ, അല്ലയോ ലക്ഷ്മീപതിയായിട്ടുള്ള ഭഗവാനെ, നാരായണ, നാരായണ വാസുദേവ, ജനസമൂഹത്തിന് ആശ്രയമായിട്ടുള്ള ഹേ വാസുദേവ, വസുദേവരുടെ പുത്രനായ ഭഗവാനെ, ശ്രീകൃഷ്ണ, ചക്രപാണേ, സുദർശനത്തെ ധരിച്ചിരിക്കുന്നവനെ, ഭക്തപ്രിയ, അല്ലയോ ഭക്തന്മാർക്ക് പ്രിയപ്പെട്ടവനെ, ശ്രീ പത്മനാഭ. നമുക്കറിയാം സ്വാതി തിരുനാളിൻ്റെ കൃതികൾ. ഒരു മനുഷ്യനെ, ഞാൻ എപ്പോഴും ചിന്തിക്കാറ്, ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് തടവറയിലിട്ട് എവിടെയോ കാരാഗ്രഹത്തിൽ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവന് സംഗീതം കേൾക്കാൻ വല്ല വഴിയും ഉണ്ടെങ്കിൽ അവൻ രക്ഷപ്പെടും.
കാരാഗൃഹത്തിലിട്ടാലും സംഗീതം നിഷേധിക്കപ്പെടുന്നില്ലെങ്കിൽ, ആഹാരവും സംഗീതവും നിഷേധിക്കപ്പെടുന്നില്ലെങ്കിൽ അവൻ ജീവിക്കും, മനസ്സിന് വ്യഥയില്ലാതെ ജീവിക്കും. സ്വാതി തിരുനാളിൻ്റെ കൃതികൾ, ശ്രീപത്മനാഭസ്വാമിയെ സ്തുതിച്ചുകൊണ്ടുള്ള കൃതികൾ ഓരോന്നും രത്നങ്ങളാണ്. എനിക്കിതൊരു ശീലം പോലെയാണ്. അതായത് ഒരു ദിവസം ഒരിക്കലെങ്കിലും സ്വാതി തിരുനാളിൻ്റെ ഒരു കൃതി കേൾക്കാത്ത ദിവസമില്ല. സ്വാതി തിരുനാൾ സ്വയം ഒരു ജ്ഞാനിയും പണ്ഡിതനും, എന്താ പറയുക, അത്ര ഉയർന്നൊരു ഹൈ എലിവേറ്റഡ് എക്സോൾട്ടഡ് സോൾ എന്നൊക്കെ പറയാവുന്ന ഒരു ആത്മാവായിരുന്നു. ആ സ്വാതി തിരുനാളിൻ്റെ കൃതികൾ നമ്മൾ എവിടേക്ക് ഉയർന്നു പറയാൻ പറ്റില്ല. സ്വാതി തിരുനാൾ കൃതികൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും സാധാരണ മനസ്സുകൾ പോലും അറിയാതെ ഗരുഡൻ്റെ ഭാവം വഹിക്കും. ഗരുഡനെ പോലെ പത്മനാഭനെ തോളിലേറ്റി നമ്മളിങ്ങനെ യാത്ര ചെയ്യുന്ന പോലെ തോന്നും ശ്രീപത്മനാഭനെ. ഇപ്പോൾ ശ്രീപത്മനാഭ എന്ന് വിളിക്കുകയാണ് ഇവിടെ ഭഗവാനെ. പത്മനാഭൻ എന്ന് പറയുമ്പോൾ സൃഷ്ടികർത്താവായ നമ്മുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്ന ബ്രഹ്മാവിനെ പോലും നാഭിയിലെ പത്മത്തിൽ വഹിക്കുന്നവെന്നർത്ഥം. അച്യുത, നാശമില്ലാത്തവനെ, ച്യുതിയില്ലാത്തവനെ. കൈടഭാരെ, കൈടഭൻ എന്ന അസുരൻ്റെ ശത്രുവായിട്ടുള്ളവനെ. താമരക്കണ്ണ, പത്മാക്ഷ. പത്മാക്ഷൻ ഞാൻ പറഞ്ഞതിന് അർത്ഥം പറഞ്ഞു, ജ്ഞാനി എന്നാണ് അർത്ഥം പത്മാക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് ജ്ഞാനസൂര്യൻ ഉദിച്ച് ചിത്തകഞ്ചം വികസിച്ചവനാണ് പത്മാക്ഷൻ. അല്ലാണ്ട് കണ്ണിന് വലിയ കണ്ണാണെന്നൊരർത്ഥം മാത്രമല്ല ഉള്ളത്. എല്ലാ പാപങ്ങളെയും ഹരിക്കുന്നവനെ ഹരേ. ഹേ മുരാരേ, മുരൻ്റെ ശത്രുവായ ഭഗവാനെ. അനന്ത, നാശമില്ലാത്തവനെ. അനാദിനിധന എന്ന മന്ത്രം ദേവിക്കും വിഷ്ണുവിനും ഒരുപോലെ ചേരും. ഭഗവാന് മൊത്തത്തിൽ ഏത് രൂപമാണെങ്കിലും ചേരും. ആദിയും അന്തവും ഇല്ലാത്തവരാണ് എല്ലാ ദേവതകളും. ഹേ മുകുന്ദ, മോക്ഷത്തെ നൽകുന്ന ഭഗവാനെ. കൃഷ്ണ, എല്ലാവരെയും തന്നിലേക്ക് കർഷയതീതി കൃഷ്ണ എന്നാണ്. എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കുന്നതുകൊണ്ടാണ് കൃഷ്ണൻ എന്ന് പേര്. ഹേ ദാമോദര, ഉലൂഖല ബന്ധനത്തിൽ അരയിൽ കയറ് കെട്ടിയിട്ട് ഈ ഒരലും വഹിച്ചുകൊണ്ട് പോയാനാണ്, അതുകൊണ്ടാണ് ദാമോദരൻ എന്ന പേര്. അങ്ങനെയുള്ള ലക്ഷ്മി വല്ലഭനായ മാധവ എന്നിങ്ങനെ നാമങ്ങൾ ജപിക്കാൻ, അതായത് വിഷ്ണുവിൻ്റെ, മഹാപുരുഷൻ്റെ നാമങ്ങൾ ജപിക്കാൻ ശ്രീനാഥ നാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഭക്തപ്രിയ ചക്രപാണേ ശ്രീരാമ പത്മാക്ഷ ഹരേ മുരാരേ ശ്രീരംഗനാഥായ നമോ നമസ്തേ എന്ന് നമസ്കരിക്കാൻ അനന്ത വൈകുണ്ഠ മുകുന്ദ കൃഷ്ണ ഗോവിന്ദ ദാമോദര മാധവേതി വക്തും സമർത്ഥോപി ന വക്തി കശ്ചിദഹോ ജനാനാം വ്യസനാഭിമുഖ്യം. ഇതൊക്കെ ജപിക്കാൻ നാവുണ്ടായിട്ടും ശബ്ദമുണ്ടായിട്ടും കയ്യിൽ പേനയുണ്ടായിട്ടും നാമം എഴുതുകയോ ശബ്ദം കൊണ്ട് ഈശ്വരനെ സ്തുതിക്കുകയോ ചെയ്യുന്നില്ല മനുഷ്യൻ. എന്താ കാരണം? അങ്ങനെയുള്ള ഭഗവാനെ, അങ്ങയുടെ നാമങ്ങൾ ഉച്ചരിക്കുവാൻ എല്ലാവർക്കും കഴിയും, എല്ലാവർക്കും സാധിക്കും. പക്ഷെ ആരും ചെയ്യുന്നില്ല. കാരണം എന്താണ്? അവർക്ക് ഭൗതിക കാര്യങ്ങളിലുള്ള താല്പര്യം കൊണ്ട് തന്നെ. ഈശ്വരനെ ഓർത്താൽ ഭൗതിക കാര്യങ്ങൾ വിട്ടുപോകും എന്ന, അതിന് വ്യസനാഭിമുഖ്യം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അവർക്ക് ദുഃഖം തീരാൻ സമയമായിട്ടില്ല. ദുഃഖം തീരാൻ സമയമായിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും നാമം ജപിക്കാൻ മടിയും ഉണ്ടാവില്ല. നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്നതാണ് ഭഗവാന്റെ നാമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ 3 കുളികളെപ്പറ്റി ഓർക്കുക. നമ്മുടെ ഹൃദയം എല്ലാറ്റിനും സാക്ഷിയാണെന്ന് ഓർക്കുക. ഭഗവാൻ നിത്യാനന്ദ പരമഹംസർ പറഞ്ഞ കഥയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ കഥയും ഓർക്കുക. ഈ ക്ലാസ് കഴിഞ്ഞാൽ, ഇതിപ്പോൾ കഴിയാനായി, 44 ശ്ലോകങ്ങളേ ഉള്ളൂ, നമ്മൾ 37 എത്തി. നാളെ മറ്റന്നാളും ഉണ്ട്, ഇതുകൊണ്ട് കഴിയും. നിർത്താൻ ഉദ്ദേശമില്ല. ഇപ്പോൾ പലരും നിർത്തിയാൽ മതിയായിരുന്നു ഇയാളെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ 90% പേരും നിർത്തരുതേ എന്ന് ചിന്തിക്കുന്നവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ തെറ്റിദ്ധാരണ എന്നറിയില്ല. എനിക്ക് കിട്ടുന്ന മെസ്സേജസിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നിർത്തരുതേ എന്ന് ചിന്തിക്കുന്നവരാണ് കൂടുതൽ. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഇപ്പോൾ നമ്മൾ കുളി വരെ എത്തിയിട്ടുള്ളൂ, ബാക്കി എന്തെല്ലാം കാര്യങ്ങൾ പറയാനിരിക്കുന്നു. അപ്പോൾ അത് കൂടെ പറയാനുള്ള അവസരം കൂടിയാണ് ഈ ശാസ്ത്ര ചർച്ച. അപ്പോൾ അങ്ങനെ നല്ല ദിവസം ഉണ്ടാവട്ടെ. ശിവായ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ.